നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പന്ത്രണ്ട് രാശികളെ കുറിച്ചുള്ള വിഷുഫലത്തെക്കുറിച്ചാണ് പറയുക. കഴിഞ്ഞ വർഷത്തെ വിഷുഫലത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അതേ അനുഭവങ്ങൾ വന്നു ചേരുകയും അത് മുൻകൂട്ടി അറിഞ്ഞ് നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ വർഷവും വിഷുഫലത്തിൽ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഏകദേശം വരാൻ പോകുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് ഓവർകം ചെയ്ത് കുടുംബജീവിതവും ബിസിനസ്സായാലും ജോലി ആയാലും നമ്മുടെ ആ ലൈഫ് നല്ല രീതിയിൽ തന്നെ സമാധാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ അതാത് കൂറുകാർക്ക് പറഞ്ഞേക്കുന്ന ആ ദേവതയും കൂടെ പ്രാർത്ഥിച്ചാൽ ആ നല്ല രീതിയിൽ നമുക്ക് ഒരു ആശീർവാദം, ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് കൂടുതൽ ലഭിക്കുകയും കൂടെ ചെയ്യും. മറ്റേത് ഫലത്തിനേക്കാളും വിഷുഫലത്തിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ ഒരു ഫലത്തിലേക്ക് പോകുന്നത്. ആദ്യം മേടക്കൂറ്. അശ്വതി ഭരണികാർത്തികേക്കാൾ മേടക്കൂറുകാർക്ക് ജോലി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ചും പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവരുടെ ആ ശത്രുതയുള്ള ആൾക്കാരൊക്കെ ഒന്ന് മാറിയിട്ട് അവർക്ക് അവരുടെ സുപ്പീരിയേഴ്സൊക്കെ പോസിറ്റീവായിട്ട് അവർക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഈ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് കിട്ടി ഒരു കുറച്ചുകൂടെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടെ ഉയർന്ന നിലയിലേക്ക് വരാനും കൂടെ നല്ല സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ചില കാര്യങ്ങൾ ഉത്കണ്ഠകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ജോലി കാര്യങ്ങളിൽ അഡീഷണലായിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. സാമ്പത്തികമായിട്ട് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ മംഗളകാര്യങ്ങളും ശുഭകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാനും നല്ല സമയം കൂടിയാണ്. ഇപ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അത് നടക്കാനും ഈ വരുന്ന ഒരു വർഷം വളരെ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾ ഈ മാതാപിതാക്കൾക്ക് വളരെ ഒരു അഭിമാനമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ പ്രോപ്പർട്ടി വാങ്ങാൻ, വീട് റെനോവേറ്റ് ചെയ്യാൻ അതിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വളരെ ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ കൂടെ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ബാങ്കിൻ്റെ റീപേയ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് അത് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഡോക്യുമെൻറ്റ്സ് വളരെ സേഫ് കസ്റ്റഡി തന്നെ വയ്ക്കണം, നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും കൂടെ അനുകൂലമായ സമയമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായൊരു അഡ്വൈസ് എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് പോകാൻ പാടുള്ളൂ. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ലീഡേഴ്സ് തരുന്ന ആ ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി അതേ രീതിയിൽ തന്നെ പാലിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പുറകിൽ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്, നമുക്ക് പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാർ. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ പലതും അവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും ആവശ്യമില്ലാതെ ഒരു പ്രോമിസ് കൊടുക്കുക, ഗ്യാരണ്ടി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർ ഒരു കാരണവശാലും ഈ വരുന്ന ഒരു വർഷം ചെയ്യാൻ പാടില്ല. വിദ്യാർത്ഥികളിൽ ഭയങ്കരമായിട്ട് മടി ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ വരുന്ന ഒരു വർഷം ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് അത് മനസ്സിലാക്കി അത് മാറ്റി വച്ചാൽ നല്ല രീതിയിൽ അവർക്ക് ഒരു ഹയർ സ്റ്റഡീസിലേക്ക് പോകാനും നല്ല രീതിയിൽ അവർക്ക് ആ വിദ്യാഭ്യാസ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് സാധിക്കും. മീഡിയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആ ഒരു ടാലൻറ്റിനനുസരിച്ചുള്ള ഉയർച്ചയായിരിക്കും അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അവരുടേതായ കാര്യങ്ങൾ കോൺഫിഡൻഷ്യലാവാം. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരുന്നാൽ അത് അവരുടെ കരിയറിൽ തന്നെ അവർക്ക് ഗുണപ്രദമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില ബാഡ് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവും. 100% ആ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയാൽ മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. കഴിവതും രാത്രിയാത്രകളും ദീർഘദൂര യാത്രകളും ഉണ്ടെങ്കിൽ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബകാര്യങ്ങൾ കൂടെ യാത്ര ചെയ്യുന്നവരോട് ഒരു കാരണവശാലും ഷെയർ ചെയ്യാതിരിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായിട്ടുള്ളത്, ചെറുകുടൽ സംബന്ധമായിട്ട് തലവേദന, മൈഗ്രെയിൻ, അതുപോലെ തന്നെ നമുക്ക് അൾസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേണ്ട വിധത്തിലുള്ള എക്സസൈസുകൾ കൃത്യമായിട്ട് എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ നക്ഷത്രക്കാർ.
സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര, ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ജോലിയിൽ വളരെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് വരും. അതേസമയം അവർക്ക് മടുക്കുന്ന ഒരവസ്ഥ വരും. ചിലപ്പോൾ അത് ഒഴിവാക്കുന്ന ഒരവസ്ഥ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് വരും. എന്ത് തന്നെ വന്നാലും അത് ഒരു കാരണവശാലും അത് ഒഴിവാക്കാതെ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്കത് പിടിച്ചിരുന്ന് അവർക്കതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓവർ സ്ട്രെസ്, ടെൻഷൻ ഇതൊക്കെ ഇവരുടെ ജോലിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായ ട്രാൻസ്ഫർ വരാനുള്ള സാധ്യതയുണ്ട്. പല രീതിയിലുള്ള മോശമായ കൂട്ടുകെട്ടുകൾ വന്ന് ഇതൊക്കെ ജോലിയെ ബാധിക്കാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായാലും അതിനെയൊക്കെ ഒഴിവാക്കി തരണം ചെയ്ത് നമ്മുടെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ജോലിയിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പേപ്പറൊക്കെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം സൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം മുഴുവൻ നിങ്ങളുടെ തലയിൽ തന്നെ വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ പല വിധത്തിലുള്ള വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് ഭാവിയിലേക്ക് പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിയോട് സംസാരിച്ചാൽ അതിന് നല്ല രീതിയിലൊരു മറുപടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തിലെ മംഗളകാര്യങ്ങൾ, ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ വാഹനം മേടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ദൂരെ മാറി താമസിക്കാനുമുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാവും. പുതിയ ആഭരണങ്ങൾ മേടിക്കാനും പറ്റും. പക്ഷേ ലക്ഷറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികം ചിലവായി എന്ന് വരും. അത് വളരെ കെയർഫുള്ളായിട്ട് വേണം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വർഷം ഈ നക്ഷത്രക്കാർ അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ചീത്തപ്പേരും ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒരു സ്ലോ മോഷനിലായിരിക്കും അത് ഉയർന്നു വരിക, തീർച്ചയായിട്ടും ഉയർന്നു വരും. എന്തൊക്കെയായാലും ആ ഡയറക്റ്റ് അറ്റൻഷൻ തീർച്ചയായിട്ടും ആ ബിസിനസ്സിൽ തന്നെ കൊടുത്തേ പറ്റുള്ളൂ. മറ്റുള്ള ജോലിക്ക് പോയാൽ ബിസിനസ് ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയാൽ മതി. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ വളരെ വലിയ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ടാകും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ഫോളോ ചെയ്യുക. കഴിവതും എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തുന്ന, മറ്റുള്ളവരെ ഒഴിവാക്കുന്ന രീതി കഴിവതും മാറ്റി നിർത്തി എല്ലാവരെയും സന്തോഷിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ ഒരു പ്രോമിസ് കൊടുക്കുക അല്ലെങ്കിൽ സൈൻ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം പേപ്പർ സൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മുടെ പുറകിൽ നിന്ന് കുറ്റം പറയുന്ന ആൾക്കാർ പലതുണ്ടാവും. അവരെയൊക്കെ നമുക്ക് ജസ്റ്റ് അവഗണിക്കുക. വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമായിരിക്കും അവർക്ക് നല്ല രീതിയിലേക്ക് പോകാൻ സാധിക്കുക. അതുപോലെ തന്നെ അവർക്ക് വിദേശത്ത് പോയി പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കും. പക്ഷേ ആ രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള ലോക്ക് ആവാനും കുട്ടികൾ അവിടെ ലോക്ക് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മീഡിയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരെ തേടി വരുന്ന ഒരു ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും, ചെറിയൊരു അവസരമാണെങ്കിൽ പോലും അത് അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതിൽ നിന്ന് അവർക്ക് വളരെ വലിയൊരു ചാൻസ് ലഭിക്കാനും കൂടെ സാധ്യതയുണ്ടാവും. രാത്രിയാത്രകൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ പെറ്റ് ആനിമൽസ് ആയിട്ടുള്ള ഇടപെടൽ ഒരല്പം മാറ്റി നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ BP, കാൽസ്യം ഡെഫിഷ്യൻസി, കാൽമുട്ടുകൾക്കുള്ള പ്രശ്നം, പല്ല്, ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേണ്ട ട്രീറ്റ്മെൻറ്റുകളും മുൻകരുതലും എടുത്ത് തന്നെ മുന്നോട്ട് പോവുക. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകീരം അവസാന ഭാഗം തിരുവാതിര, പുണർന്നം മുക്കാല്, മിഥുനക്കുറുകൾക്ക് ജോലി സ്ഥലം അല്പം അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും പല ബുദ്ധിമുട്ടുകളും അവർക്ക് ജോലിയിടങ്ങളിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവർ ഫേസ് ചെയ്യണം. പക്ഷേ ആ ക്ഷമയോടുകൂടി നോക്കിയാൽ മാത്രമേ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാടുള്ളൂ. അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഇൻക്രിമെൻ്റ്, സാലറി ഹൈക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്രതീക്ഷിതമായ ട്രാൻസ്ഫറും ഈ നക്ഷത്രക്കാരെ നോക്കിയിരിക്കുന്നുണ്ടാവും ഈ വർഷം. എന്ത് വന്നാലും അത് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് കരിയർ വൈസിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാവും. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും.
കുടുംബകാര്യങ്ങളിൽ തേർഡ് പേഴ്സണെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും പാടില്ല. അത് കട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ എന്തെങ്കിലും ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിലെ എൽഡേഴ്സിനോട് തന്നെ ചോദിച്ച് ഒരു ഗൈഡ് ലൈൻ മേടിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ വാല്യുബിൾസ്, അതായത് ആഭരണങ്ങൾ, സാമ്പത്തികമൊക്കെ വളരെ ശ്രദ്ധിക്കണം. നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പുതിയ വാഹനങ്ങൾ മേടിക്കാനും പുതിയ വീട് മേടിക്കാനൊക്കെ ഉള്ള സാധ്യതയും തീർച്ചയായിട്ടും ഈ വർഷം തന്നെ ഉണ്ടാവും. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും ഈ നക്ഷത്രക്കാരുടെ ഫാമിലി മാറ്റേഴ്സ് പബ്ലിക്കിനോട് പറയാതിരിക്കുക, അല്ലെ കൂടെയുള്ള അടുത്ത സുഹൃത്തുക്കളോട് പോലും പറയാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലായവരും അവരുടെ ആരോഗ്യകാര്യങ്ങൾ വേണ്ട മാസ്റ്റർ ചെക്കപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് വൈസിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ് വരുന്നത്. അതുപോലെ തന്നെ തിടുക്കത്തിലുള്ള ഒരു തീരുമാനങ്ങളും ബിസിനസ്സിൽ എടുക്കാൻ പാടില്ല. എല്ലാം കൃത്യമായിട്ട് ആലോചിച്ച് അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ തന്നെ പോവുക. വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ആ പേപ്പർ കാര്യങ്ങളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടുന്നതും ഇതെല്ലാം കൃത്യമായ പ്രോപ്പർ ചാനലാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ വിനയത്തോടു കൂടി തന്നെ എല്ലാവരെയും അഭിമുഖീകരിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ ആ ഒരു പൊസിഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവർ കുറ്റം തീർച്ചയായിട്ടും പറയും, അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം തന്നെ മറ്റുള്ളവരുടെ കുറ്റവും നമ്മൾ പറയാതിരുന്നാൽ ഈ നക്ഷത്രക്കാർക്ക് നല്ലൊരു പൊസിഷനും ഇവരെ നോക്കിയിരിപ്പുണ്ടാവും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ. കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാൻ അവർ ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആ ഒരു ടാലൻറ്റ് അനുസരിച്ചുള്ള ആ ഒരു അവസരം മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ സ്വയം പൊങ്ങച്ചം പറയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കിയാൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ അവരെ തേടി വരും. രാത്രി യാത്രകളും ഓവർ സ്പീഡൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഡ്രൈവിംഗ് അല്പം ഒന്ന് കൺട്രോൾ ചെയ്യുക. ട്രാഫിക് റൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ, ഫൈൻ പോലെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും. ദീർഘദൂര യാത്രകളിലും ഇവരുടെ ആഭരണങ്ങളോ സാമ്പത്തികമോ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ടാകും. ഈ നഷ്ടക്കാർ കൃത്യമായിട്ടൊരു പ്രോപ്പർ ഫുഡ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ അത് ഇവർക്ക് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ ENT സംബന്ധപ്പെട്ടത്, രക്തത്തിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. അതുപോലെ തന്നെ അലർജി, ഫുഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യത ഈ വർഷം ഉണ്ടാകും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. മഹാവിഷ്ണു ഭഗവാനെ മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പുണർത്തം അവസാന ഭാഗം പൂയം, ആയില്യം, കർക്കിടകക്കുറുകാർക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവരുടെ ഒരു ദേഷ്യം ഉള്ളൊരു ഭാവം അതൊന്ന് ഒഴിവാക്കിയാൽ അവർക്ക് ജോലി വളരെ നല്ലതായിരിക്കും. വളരെ ജാഗ്രതയോടുകൂടി വേണം അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർ ഫേസ് ചെയ്യുവാൻ. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ കഴിവതും അത് ഒഴിവാക്കുക. ഈ നക്ഷത്രക്കാരുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സേഫ് കസ്റ്റഡി തന്നെ വയ്ക്കുക. നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഈ വരുന്ന ഒരു വർഷം വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും നല്ല ജോലികൾ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ ജോലിയാണ് കിട്ടുന്നതിൽ പോലും അത് കൃത്യമായിട്ട് സിൻസിയറായിട്ട് ചെയ്താൽ അവർക്ക് വളരെ അവരുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ അവർക്ക് ഈ വർഷം സാധിക്കും. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയോട് തുറന്നു പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അവർക്ക് ആ കുടുംബ ബന്ധം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ ഉണ്ടാകും. കുട്ടികളുടെ വിവാഹം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നത് വളരെ അത്യാവശ്യം തന്നെയാണ്. പുതിയ വാഹനം മേടിക്കാനും പുതിയ വീട് വസ്തുവകൾ മേടിക്കാൻ നല്ല സമയമാണ്. എന്നിരുന്നാലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പല നഷ്ടങ്ങളും വരാനുള്ള സാധ്യത ഈ നഷ്ടക്കാർക്കുണ്ട്. ബിസിനസ് പതുക്കെ മെച്ചപ്പെട്ടു വരും. പക്ഷേ ഷെയർ മാർക്കറ്റിലും സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ പഠിച്ചതിന് ശേഷം മാത്രം എടുത്തു ചാടിയാൽ പല നഷ്ടങ്ങളും ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ അത് വീട്ടിൽ സംസാരിച്ചതിന് ശേഷം അത് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ പബ്ലിക്കിൽ ആ ഒരു കടുപ്പമുള്ള വാക്കുകൾ അവർ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് വെറുതെ ഒരു കമ്മിറ്റ്മെന്റ് അങ്ങനെ പ്രോമിസ് കൊടുക്കുന്നതും അവർ കഴിവതും ഒഴിവാക്കുക. കഴിവതും ക്ഷമയോടുകൂടി
പബ്ലിക്കിലും എല്ലായിടത്തും അവർ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്താൽ വളരെ നല്ല ഗുഡ് വില്ലായിരിക്കും അവർക്ക് ലഭിക്കുക. കുട്ടികൾ അവരുടെ ആ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഡെയിലി പഠിച്ചു പോയാൽ മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കൂടുതലും എഴുതി പഠിക്കുന്ന ശീലം ഈ നക്ഷത്രക്കാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. രാവിലെ പഠിക്കുന്നതും കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിലേക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അവരുടെ ഓർമ്മശക്തി കൂട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് എടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത്. മീഡിയ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എത്ര ചെറിയ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും അവർക്ക് വരിക. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർ അവിടെ കൃത്യമായ വഴിയിൽ കൂടെ തന്നെ പോകാൻ നോക്കുക, അല്ല ഷോർട്ട് കട്ട് കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആരോഗ്യകാര്യങ്ങളിലും ആ വർക്കൗട്ട് ചെയ്യുന്നത് ഡെയിലി ഒരു ശീലമാക്കി തന്നെ പോകേണ്ടതാണ്. അതുപോലെ തന്നെ അലർജി സംബന്ധമായിട്ട് ഉളുക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പല്ല്, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള അസുഖങ്ങളും ആരോഗ്യ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ദുർഗാദേവി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകം, പൂരം, ഉത്രം, കാല്, ചിങ്ങക്കൂറുകാർക്ക് വളരെ ക്ഷമയോടുകൂടി മാത്രം അവരുടെ ജോലി കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമായിരിക്കും നല്ല സമാധാനത്തോടു കൂടി അവരുടെ ആ ഒരു പ്രൊഫഷണൽ ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വർഷം സാധിക്കും. തീർച്ചയായിട്ടും അവരുടെ ജോലിഭാരം കൂടുകയും ഉത്തരവാദിത്തങ്ങൾ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ജോലിയിടങ്ങളിൽ ഈ നക്ഷത്രക്കാരെക്കുറിച്ചും അവരുടെ സുപ്പീരിയേഴ്സിനെ കുറിച്ചും പല വിധത്തിലുള്ള അപകീർത്തിപരമായ കാര്യങ്ങളൊക്കെ പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അവരത് അധികം മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഏതെങ്കിലും രീതിയിലുള്ള പേപ്പറുകൾ സൈൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ സൈനിങ്ങിലേക്ക് പോകാവുള്ളൂ. ഡോക്യുമെന്റ്സ് ഒക്കെ ഇവരുടെ സേഫ് കസ്റ്റഡി തന്നെ വെക്കേണ്ടതാണ്. ഒരു കാരണവശാലും ജോലിയായിട്ടുള്ള ആ ഒരു സീക്രട്സ് കൊളീഗ്സിനോടോ മറ്റുള്ളവരോടോ ഷെയർ ചെയ്യാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇവരുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത്, ലൈഫിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. കുടുംബത്തിനുള്ള സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ദീർഘനാളായിട്ട് പെൻഡിങ് ഉണ്ടായിട്ടുള്ള ആ ഒരു ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് കൂടുതൽ സാമ്പത്തികം ചിലവാകാനുള്ള സാധ്യതയും കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോപ്പർട്ടി, വീടൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പേപ്പർ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് പോകുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോൺ, ആവശ്യമില്ലാതെയുള്ള ലോൺ എടുക്കുക, ലക്ഷറി ഐറ്റംസ് മേടിക്കുന്നതും ഇവർ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാടകയ്ക്ക് എടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ലക്ഷറി ഐറ്റംസ് വാടകയ്ക്ക് എടുക്കും. ആ കാര്യങ്ങളും ഇവർ വളരെ കഴിവതും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആവശ്യമില്ലാതെ ബിസിനസ് ലോൺ എടുത്താൽ അത് വീണ്ടും വളരെ വലിയ ബാധ്യതയിലേക്കാണ് ഇവർക്ക് പോവുക. ബിസിനസ്സിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഇവർ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ. അതുപോലെ തന്നെ ഫോറിൻ ബിസിനസ് ആണെങ്കിൽ ഇവർക്ക് വളരെ ഒരു നേട്ടവും കൊയ്യാൻ സാധിക്കും. ഇപ്പൊ പുതിയ ബിസിനസ്സിലേക്ക് പോവുകയാണെങ്കിൽ ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് ധൃതി എടുത്ത് പെട്ടെന്ന് സൈനിങ്ങിലേക്ക് ഒരു കാരണവശാലും പോകരുത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ആ ഒരു ലീഡേഴ്സിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ആ പെർമിഷനോട് കൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അഹങ്കാരത്തോടു കൂടിയും ആ ഒരു അസൂയാവഹമായ ആ ഒരു കാര്യത്തോടു കൂടിയും ചെയ്താൽ അത് അവരെ തന്നെ അത് വിനയായിട്ട് വരും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് പഠിക്കാൻ. അവർക്ക് ആ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫ്രഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വിദേശത്ത് പോയി പഠിക്കാനും വിദേശത്ത് വിദ്യാഭ്യാസ ലോൺ നോക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. കഴിവതും ഷോർട്ട് കട്ട് മാറ്റി നേരായ വഴിക്ക് വിദ്യാർത്ഥികൾ പോയാൽ അവർ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ അവർക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കും. മീഡിയ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഒരുപാട് അവസരങ്ങൾ തേടി വരും. കഴിവതും അവരുടെ ആ ഒരു വിനയത്തോടും ക്ഷമയോടും കൂടിയുള്ള പെരുമാറ്റമാണെങ്കിൽ അവർക്ക് ഒരു ചാൻസിനുള്ളത് 2 ചാൻസ് വരെ കിട്ടാനുള്ള സാധ്യത ഈ വർഷം ഉണ്ടാകും. രാത്രി യാത്രകൾ ഉണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കുക. കോ പാസഞ്ചേഴ്സിൽ നിന്ന് ഫുഡുകളൊക്കെ മേടിച്ച് കഴിക്കുന്നതും കഴിവതും ഒഴിവാക്കണം. ആരോഗ്യകാര്യങ്ങളിൽ പല്ല്, കാൽമുട്ട്, മൈഗ്രെയിൻ, കഴുത്ത്, പിന്നെ കഫസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഈ വർഷം ഉണ്ടാവും. വേണ്ട മുൻകരുതൽ എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ഇഷ്യൂ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതും വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതി ഭവനെ പ്രാർത്ഥിക്കുന്നതാണ്. ഉത്രമുക്കാല്, അത്തം, ചിത്തിര, അര, കന്നിക്കൂറ്.
കന്നിക്കുറുകാർക്ക് അവരുടെ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും. അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള ആ ഒരു പ്രശ്നങ്ങളും അവർക്ക് സോൾവ് ചെയ്തു വരും. ഈ നക്ഷത്രക്കാർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രമോഷനും സാലറി ഹൈക്കൊക്കെ ഇവർക്ക് കിട്ടുകയും സുപ്പീരിയേഴ്സിൽ നിന്നുള്ള ആ ഒരു അംഗീകാരവും കൂടെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. കൂടെ ജോലി ചെയ്യുന്നവരെ അവഗണിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക. ചേർന്ന് തന്നെ പോകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. ഈ നക്ഷത്രക്കാർക്ക് ജോലിഭാരം വളരെ കൂടുകയും ക്ഷീണം അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ അവർക്ക് ജോലിയിടങ്ങളിൽ വരികയും ചെയ്യും. ഇപ്പം എന്തുണ്ടെങ്കിലും ആ ഒരു മടി സ്വഭാവം മാറ്റി നന്നായിട്ട് വർക്ക് ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് ബിസിനസ്സിൽ അവർക്ക് ആ ജോലിയിടങ്ങളിൽ തിളങ്ങാൻ സാധിക്കുകയും ഒരു ഗുഡ് വില്ല് ലഭിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൂടെ ജോലി ചെയ്യുന്നവരോ ആരെന്ത് പറഞ്ഞാലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോയി തീരുമാനം എടുക്കേണ്ടതാണ്. കുടുംബത്തിൽ നല്ല സന്തോഷ സമാധാനമൊക്കെ ഉണ്ടാവും. ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ സഹോദരങ്ങളും ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിലെ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടിയ ഒരു തീരുമാനം കഴിവതും ഈ നക്ഷത്രക്കാർ എടുക്കാതിരിക്കുക. മണി ഫ്ലോ ഒക്കെ വളരെ നല്ല രീതിയിലായിരിക്കും ഇവർക്കുണ്ടാവുക. പുതിയ വാഹനങ്ങളും വസ്തുവകളും മേടിക്കാനുള്ള യോഗം ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല രീതിയിൽ വരും. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവരാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം മാറുകയും, പക്ഷേ പുതിയ ബിസിനസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പലതവണ ചിന്തിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ നക്ഷത്രക്കാർ അവരുടെ ബിസിനസ്സിൽ കിട്ടുന്ന പൈസ സൂക്ഷിച്ച് ആ പഴയ കടങ്ങൾ വീട്ടാനാണ് ഇവർ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. രാഷ്ട്രീയ മേഖലയുള്ളവർക്ക് പുതിയ പൊസിഷൻ കിട്ടുകയും അതിന് പിന്നാലെ തന്നെ പിന്നീന്ന് കുത്തുന്ന ആൾക്കാർ ഇവർക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇതെല്ലാം നോക്കിക്കണ്ട് ആ തന്മയത്വത്തോടു കൂടി ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്ത് ഡീൽ ചെയ്താൽ മാത്രമായിരിക്കും ഇവർക്ക് നല്ല പൊസിഷൻ ഇവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതെ ഒരു കമ്മിറ്റ്മെന്റും കൊടുക്കാതിരിക്കണം. പെട്ടെന്നുള്ള തീരുമാനവും ഒരു കാരണവശാലും ഇവർ എടുക്കാൻ പാടില്ല. ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സാമ്പത്തികങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം. നമുക്ക് പ്രോബ്ലംസ് തരാൻ ആൾക്കാർ നോക്കിയിരിപ്പുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഭാവി പഠനത്തിന് വേണ്ടിയിട്ട് വിദേശയോഗമൊക്കെ വളരെ കൂടുതലാണ് ഈ വരുന്ന ഒരു വർഷം. അതുപോലെ തന്നെ അവർക്ക് മെമ്മറി ലോസ്, മറവി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതൊക്കെ ശ്രദ്ധിച്ച് കാലത്ത് എഴുന്നേറ്റ് ഇരുന്ന് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചാൽ അവർക്ക് വളരെ നല്ലതായിരിക്കും. മീഡിയ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് നല്ലൊരു അംഗീകാരം, ഗുഡ് വില്ലും കൂടെ ലഭിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ രാത്രി യാത്ര കഴിവതും ഒഴിവാക്കുക. അങ്ങനെ രാത്രി യാത്ര ഉണ്ടെങ്കിൽ പോലും ഒരിടത്ത് രാത്രിയിൽ ഇറങ്ങാതെയും കോ പാസഞ്ചേഴ്സ് ആയിട്ട് കഴിവതും ഒരു തർക്കങ്ങളിലേക്ക് പോകാതെയും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഒരു പ്രോപ്പർ ഫുഡ് ഡയറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. രാവിലെ എഴുന്നേൽക്കുന്ന ടൈമും രാത്രി ഉറങ്ങുന്ന ടൈമും കൃത്യമായിട്ട് ഒരു ദിനചര്യ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. കഴുത്ത്, കാൽമുട്ടായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ചിത്തിര അവസാന ഭാഗം ചോതി, വിശാഖം, മുക്കാല്, തുലാക്കൂർ. തുലാക്കൂറുകാർക്ക് ജോലിയിൽ അവരുടെ ജോലിഭാരം വളരെ വർദ്ധിക്കും. പക്ഷെ ആ ഡയറക്റ്റ് അറ്റൻഷൻ കൊടുത്താൽ മാത്രമേ അവർക്ക് ആ ജോലി കാര്യങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞാൽ ആ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ ക്ഷമയോടുകൂടി തന്നെ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാതെ നമുക്ക് പ്രശ്നങ്ങൾ കൂടുമ്പോൾ അതിരുന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ ജോലിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. ആ നല്ല രീതിയിൽ വരുന്ന കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് ചെയ്താൽ കൂടുതൽ ആയിട്ട് സുപ്പീരിയേഴ്സിനുള്ള സപ്പോർട്ട് കിട്ടുകയും നമുക്ക് പ്രൊമോഷൻ പോലെയുള്ള സാലറി ഹൈക്ക് ഇതെല്ലാം നമുക്ക് ലഭിക്കുക, ഒരു നല്ലൊരു ഗുഡ് വില്ല് കിട്ടുകയും ചെയ്യും. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയും അവരെ കുറ്റം പറയുകയും പോകാതിരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി അത് സ്വീകരിച്ച് നല്ല രീതിയിൽ ചെയ്താൽ ഇവരുടെ ലൈഫ് തന്നെ മാറി മറിയാൻ വളരെ നല്ലതാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതും അല്ലെ ദേഷ്യപ്പെടുത്തുന്നതുമായ വാക്കുകൾ ഈ നക്ഷത്രക്കാർ ഉപയോഗിക്കാതിരിക്കുക. ബന്ധുക്കാരൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് വരും. ഏതെങ്കിലും രീതിയിലുള്ള ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കുന്നതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വരികയും ചെയ്യും. പ്രോപ്പർട്ടിയിലോ വാഹനത്തിലോ പുതിയ റിനോവേഷൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതിൽ പുതിയ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ്. കുടുംബത്തിലെ എൽഡേഴ്സിൽ നിന്നുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഒക്കെ സ്വീകരിക്കുന്നതും ഇവർക്ക് നല്ലതാണ്.
ചില പ്രത്യേക ഈവൻസിൽ അല്ലെങ്കിൽ മംഗളകാര്യങ്ങളിൽ ലക്ഷറി ഐറ്റംസ് മേടിക്കുന്ന അല്ലെങ്കിൽ ഒരു അധിക ചെലവ് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കി പോവുക. അതുപോലെ തന്നെ ഏത് സമയവും ഫാമിലി മെമ്പേഴ്സായിട്ട് മറ്റുള്ള നമ്മുടെ ബന്ധുക്കാരായിട്ട് ഇടപെടുന്നതും ഈ നക്ഷത്രക്കാർക്ക് അത്ര നല്ലതല്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്, പക്ഷെ ആ ഡയറക്റ്റ് അറ്റൻഷൻ കൊടുത്ത് തന്നെ മുന്നോട്ട് പോയാലേ സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്കറിയില്ലാത്ത ബിസിനസ്സിലേക്ക് പോയി ഇടപെട്ടാൽ, പോയി ചാടിയാൽ അതൊരു നമുക്ക് സാമ്പത്തിക നഷ്ടം മാത്രമായിരിക്കും വരിക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവരുടെ നല്ലൊരു മര്യാദയോടുകൂടിയുള്ള ഇടപെടലാണെങ്കിൽ അവർക്ക് നല്ല ഹൈ പൊസിഷനിലേക്കും ഒരു ഗുഡ് വില്ലും അവർക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഒരു അഷുറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ ചെയ്യുക, പ്രോമിസ് കൊടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരാനുള്ള സാധ്യതയും കൂടി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് മടി സ്വഭാവം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് ഹോസ്റ്റലിൽ നിന്നൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേരൻസിന് അവിടെ വരാനുള്ള സാഹചര്യം ഏത് സമയവും പേരൻസായിട്ട് കോണ്ടാക്റ്റിലിരിക്കേണ്ട ആ ഒരു രീതിയും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. കലാരംഗത്തും മീഡിയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആ ഒരു കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും തേടി വരും. ഒരു കാരണവശാലും അവരുടെ ആ ജോലിയിടങ്ങളിലെ ആ സീക്രട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. യാത്രകളിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫോൺ ഉപയോഗിച്ചുള്ള യാത്രകളൊക്കെ ഇവർക്ക് പിടിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആരോഗ്യങ്ങളിൽ അടിവേർ സംബന്ധപ്പെട്ട അൾസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ വളരെ ആ ഹെൽത്ത് ചെക്കപ്പൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. വിശാഖം അവസാന ഭാഗം മനിരം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വർഷം വളരെ സന്തോഷകരമായിരിക്കും. അവരുടെ ജോലിയിടങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രൊമോഷനും സാലറി ഇൻക്രിമെൻറ്റ്, അതുപോലെ പുതിയ ജോലി അവസരങ്ങൾ കിട്ടുകയും അവരുടെ ടാലൻറ്റ് അനുസരിച്ചുള്ള ഉയർച്ചയും അവർക്ക് ഈ നക്ഷത്രക്കാർക്ക് വരും. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ആ സുപ്പീരിയേഴ്സൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരികയും ഏതെങ്കിലും രീതിയിലുള്ള അഹങ്കാരമായ സ്വഭാവം പോലെ ഉണ്ടെങ്കിൽ അത് മാറ്റിയാൽ അവർക്ക് ഡബിളായിട്ടുള്ള ഉയർച്ചയായിരിക്കും അവർക്ക് ലഭിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇവരുടെ ആ കഴിവിനനുസരിച്ചുള്ള ഉയർച്ചയും അതുപോലെ തന്നെ ഇവരുടെ ആ സത്യസന്ധത ഇവർക്ക് വളരെ നല്ലൊരു ഗുഡ് വില്ലും കൂടെ അവരുടെ ജോലിയിടങ്ങളിൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടാവും. കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാവും. മംഗളകാര്യങ്ങളൊക്കെ നടക്കുകയും കൂടുതൽ ഗസ്റ്റുകളെ വിസിറ്റേഴ്സിനെ നമുക്ക് ക്ഷണിക്കാനും കൂടെ ഉള്ളൊരു യോഗമുണ്ട്. ചില നക്ഷത്രക്കാർക്ക് പുതിയ വാഹനങ്ങളും വസ്തുവകളും മേടിക്കാനുള്ളൊരു യോഗം കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബപരമായുള്ള സ്വത്തുക്കൾ ഏതെങ്കിലും കിട്ടേണ്ടതുണ്ടെങ്കിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് വലിയ വഴക്കില്ലാതെ പോയാൽ അതും ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരും. കുട്ടികളുടെ കാര്യങ്ങളിൽ ഏതെങ്കിലും മംഗളകാര്യങ്ങൾ ശുഭകാര്യങ്ങൾ നടക്കാൻ തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് ദീർഘനാളുകളായിട്ടുള്ള കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ അടച്ച് വരാനും കൂടെ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ആണ് ചെയ്യുന്നതിൽ അതിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് ലാഭം കിട്ടാനുള്ള യോഗം കൂടെ ഉണ്ടാവും. ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് ലോൺ കിട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ലോൺ സാങ്ഷൻ ആവാനും അതുവഴി ബിസിനസ് നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും. ഇന്റർനാഷണൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു വർഷം. പക്ഷേ പേപ്പർ കാര്യങ്ങളെല്ലാം കൃത്യമായ പ്രോപ്പർ ചാനൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ ലീഡേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തുന്നവരുണ്ടെങ്കിൽ അവരെ കഴിവതും നമ്മളിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ അനൗൺസ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടേതായ കാര്യങ്ങൾ. പക്ഷേ അത് ലീഡേഴ്സിൻ്റെ സപ്പോർട്ട് കൂടി തന്നെ അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം പുതിയ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുക. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല രീതിയിൽ വരും. പക്ഷേ ആ ടീച്ചേഴ്സിൻ്റെ കൂടുതലായിട്ടുള്ള ആ ഒരു ഇടപെടൽ ഈ നക്ഷത്രക്കാർക്ക് വേണം. അത് മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി ടീച്ചേഴ്സിൻ്റെ ഇടപെടൽ കൂടുതലായിട്ട് ഇടപെടുത്തണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുക. വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശ പഠനം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ്. കലാ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആ ഒരു കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടും വിദേശത്ത് അംഗീകാരവും വിദേശത്ത് ചാൻസുകൾ ലഭിക്കാനുള്ള യോഗങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഓവർ സ്പീഡ് ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾ പോകുന്നവരാണെങ്കിൽ ഗണപതി ഭവനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ തലവേദന, ഉറക്കമില്ലായ്മ, അടിവേദന സംബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതും ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മൂലം, പൂരാടം, ഉത്രാടം കാല ധനുക്കൂറുകാർക്ക് അവരുടെ ജോലിയിടങ്ങളിലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ മാത്രമായിരിക്കും അവർക്ക് നല്ലൊരു ഉയർച്ച അവരുടെ കരിയറിലേക്ക് വരിക.
അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ അവർ പോകുമ്പോൾ അവരുടെ ആ ഒരു ജോലി ഭാരം അവർക്ക് കുറയുകയും നല്ല രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പങ്ക്ച്വാലിറ്റിയോട് കൂടി ചെയ്താൽ നല്ലൊരു ഹൈക്കിലേക്ക് നല്ലൊരു ഉയർച്ചയിലേക്കും ഗുഡ്വില്ലും അവർക്ക് ജോലിയിടങ്ങളിൽ ലഭിക്കും. വിദേശത്ത് ജോലി ശ്രമിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ് ഈ വരുന്ന ഒരു വർഷം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരു കാരണവശാലും നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുത്താനോ ഇന്റർഫിയർ ചെയ്യാനോ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിടങ്ങളിലെ ആ ക്യാഷ് ഡീലിങ്സ് ഒക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം തന്നെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. മറ്റൊരാളുടെ കൈ അതിനകത്ത് ഇടപെടാൻ പാടില്ല. കുടുംബാംഗങ്ങളിൽ ഈ നക്ഷത്രക്കാരുടെ സ്റ്റാറ്റസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാളുകളായി നടത്തണമെന്നോർത്തുള്ള ആ മംഗളകാര്യങ്ങൾ ശുഭകാര്യങ്ങളൊക്കെ വീട്ടിൽ നടത്താനുള്ള യോഗവും കൂടി ഉണ്ടാവും ഈ വരുന്ന ഒരു വർഷം. ഈ നക്ഷത്രക്കാരുടെ മുതിർന്ന ആൾക്കാരുടെ ആരോഗ്യകാര്യം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പങ്കാളിയായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന കപ്പിൾസ് ഉണ്ടെങ്കിൽ യോജിച്ച് ചേരാനും വളരെ നല്ല സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങാനും വാഹനങ്ങൾ മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ വാങ്ങേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ ഫാമിലി മാറ്റേഴ്സ് ഒരു കാരണവശാലും പബ്ലിക് സ്പേസിൽ ഓപ്പണായിട്ട് പറയാതിരിക്കാൻ ശ്രമിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് സ്ലോയിലായിരിക്കും ഉയർന്നു വരിക. പക്ഷെ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതൽ ലാഭം അതിൽ നിന്ന് അവർക്ക് കൊയ്യാൻ സാധിക്കും. പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ പാർട്ട്നേഴ്സിനെ ഡൗട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യമൊന്നും വേണ്ട. നല്ല രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോകേണ്ടതാണ്. ഒരു മുൻപരിചയമില്ലാതെ ഷെയർ മാർക്കറ്റ് പോലുള്ള സ്റ്റോക്കിലൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം. മറ്റ് ലീഗൽ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരാനുള്ള സമയം കൂടിയുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു പൊസിഷൻ ഇവർക്ക് ലഭിക്കും. അത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ലീഡേഴ്സൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സപ്പോർട്ടീവ് ആയിരിക്കും. ഒരു കാരണവശാലും ഇതൊരു റിവെഞ്ച് ആയിട്ട് എടുക്കാതെ വളരെ തന്മയത്വത്തോടു കൂടി തന്നെ മാനേജ് ചെയ്യണം. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് കൈയോടെ തന്നെ ഒഴിവാക്കുക. കുട്ടികൾക്ക് പഠിത്തത്തിൽ അല്പം മടി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ വിദ്യാഭ്യാസ കാര്യം പോകേണ്ടതാണ്. വിദേശ പഠനം നടത്തുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചാൽ മാത്രമായിരിക്കും അവർക്ക് നല്ലൊരു മാർക്കിലേക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. മീഡിയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ ആ സൗഹൃദങ്ങൾ, പല വിധത്തിലുള്ള സൗഹൃദങ്ങൾ ഇവർക്ക് അവരുടെ ജോലിയിൽ തന്നെ ആ ജോലിയിടങ്ങളിൽ തന്നെ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വിനയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. രാത്രി യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ വാഹനത്തിന് റിപ്പയർ പോലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള യാത്രാ തടസ്സങ്ങൾക്കും കാരണമാകും. ഒറ്റയ്ക്കുള്ള യാത്രയാണെങ്കിൽ കഴിവതും രാത്രി അത് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ആഹാരകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് മെച്ചമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് അടിവയറ്, അതുപോലെ തന്നെ വയറ് വയറ്റിനുള്ളിലുണ്ടാകുന്ന അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മുൻകരുതൽ എടുക്കുന്നത് വളരെ നല്ലതാണ്. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര, മകരക്കൂറ്. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം മുറുക്കെ പിടിച്ച് അതിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കുക അവരുടെ ആ ജോലിയിടങ്ങളിലുള്ള തടസ്സങ്ങളെ മാറ്റി അവർക്ക് ജോലിയിൽ ഒന്ന് തിളങ്ങാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ അവർക്ക് അവരുടെ സുപ്പീരിയേഴ്സ് എന്നുള്ളൊരു അംഗീകാരം ലഭിക്കുകയും വിദേശ യാത്രകൾക്കുള്ള ഒരു യോഗം കൂടെ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു രീതിയിലേക്ക് വരുമ്പോഴും ആ സ്വയം പൊങ്ങച്ചമായിട്ടുള്ള വർത്തമാനം, ആ ഒരു സ്വഭാവം ഇവർ മാറ്റുന്നത് ഇവരുടെ കരിയറിൽ തന്നെ ഇവർക്ക് നല്ലതായിരിക്കും. പൊതുവെ ആ രീതിയിലൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ കരിയർ ഇവർക്ക്, ജോലി ഇവർക്ക് നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വരും. ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും മുന്നോട്ട് പോവുക. ശുഭകാര്യങ്ങൾ നടത്താൻ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വരികയും ചെയ്യും. ഇപ്പോൾ പുതിയ പ്രോപ്പർട്ടി വാഹനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ആ പേപ്പർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി വായിച്ചതിന് ശേഷം മാത്രം സൈനിങ്ങിലേക്ക് പോവുക. മറ്റ് ഭാഷയിലുള്ള ആൾക്കാരും ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ള ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. സാമ്പത്തികം നല്ല രീതിയിൽ വരികയും അതുപോലെ തന്നെ ഇവരുടെ ചെലവ് വളരെ വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സേവിങ്സ് ഒരല്പം മെയിൻറ്റെയിൻ ചെയ്യുക. ബിസിനസ്സിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ബിസിനസ്സോ ഫോറിൻ ബിസിനസ് ചെയ്യുന്നതും ഇവർക്ക് വളരെ ഗുണപ്രദമാണ്. ആ സെയിം ടൈം തന്നെ ഇവരെ കൊടുക്കാനുള്ള സാധ്യതയും ഈ വരുന്ന വർഷം ഉണ്ടാവും. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഇടപെടാനും അതിലൂടെ ഇവർക്ക് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനും ഗവൺമെന്റിൽ വലിയൊരു ടാക്സ്
പേയ്മെൻറ്റ് ചെയ്യാനുള്ള യോഗം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, കടുപ്പമുള്ള വാക്കുകൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ട്രോൾ ചെയ്യുന്ന വാക്കുകൾ ഇവർ പബ്ലിക് സ്പേസിൽ ഉപയോഗിക്കാതിരിക്കുക. അത് ഇവർക്ക് തന്നെ തിരിച്ചടിയായി വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ടാവും. ഇവർ ആ ഒരു വിനയം ഇവർ മെയിൻറ്റെയിൻ ചെയ്താൽ അതായിരിക്കും ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുക. കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. കലാ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അവസരങ്ങൾ ലഭിക്കും. പക്ഷേ കൂടെ നിൽക്കുന്നവർക്ക് ഇവർക്ക് ആ തടസ്സങ്ങൾ ഉണ്ടാകുകയും ആ വരുന്ന ചാൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോട് കൂടി തന്നെ ഈ നക്ഷത്രക്കാരിരിക്കണം. ഒരുപാട് ആവശ്യമില്ലാത്ത ടെൻഷൻസ് വന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ വർഷം. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കഴുത്ത്, ഷോൾഡർ, നട്ടെല്ല്, കാൽമുട്ടുകൾ പോലെയുള്ള കാര്യങ്ങളിലും അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതും വളരെ കെയർഫുള്ളായിട്ട് തന്നെ മാനേജ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പ്രോപ്പർ സ്ലീപ്പ്, ഉറക്കം നല്ല രീതിയിൽ തന്നെ ഇവർ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. അവിട്ടം അവസാന അരഭാഗം ചതയം പോയിട്ടതി മുക്കാല് കുംഭക്കൂറുകാർക്ക് അവരുടെ ഒരു ക്ഷമ മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ജോലി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ അവരുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരം അവർക്ക് ഈ വർഷം ലഭിക്കും. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരെ കുറ്റം പറയാതെ ഇരിക്കുന്നതും കൂടെ അവരുടെ ആ ഒരു കരിയറിന് അവർക്ക് വളരെ നല്ലതാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രൊമോഷൻ, സാലറി ഹൈക്കൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഡിലേ ആവും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരെ മറ്റുള്ളവർ മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. കുടുംബത്തിൽ നല്ല സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും ഇവരുടെ ആ കടുപ്പത്തിലുള്ള വാക്കുകൾ ഇവർ ഉപയോഗിക്കാതിരിക്കുക എങ്കിൽ മാത്രമായിരിക്കും മറ്റ് നല്ല കാര്യങ്ങളിലേക്ക് ഇവർക്ക് വരിക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് ഇവരുടെ പങ്കാളിയോട് പറഞ്ഞാൽ അത് അവർക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കൃത്യമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പഞ്ചായത്തോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇവിടെ കുടുംബപര ദേവതയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ്. അത് പലപ്പോഴും ഈ നക്ഷത്രത്തിൽ സാധിക്കാറില്ല. അത് സാധിച്ചാൽ അത് ഇവർക്ക് വളരെ കരിയറിലും ഇവരുടെ പേഴ്സണൽ ലൈഫിലും വളരെ നല്ലതായിരിക്കും. ദമ്പതികൾക്ക് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ജാതകവശാൽ ദോഷം ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ബിസിനസ്സിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇവർ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് ലാഭം വരിക. അതുപോലെ തന്നെ ഇവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും 2 തവണ ചിന്തിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക. ചില നക്ഷത്രക്കാർക്ക് ബിസിനസ് ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിലും ഒന്ന് ഡൗൺ ആവും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാവിയിലേക്ക് അത് നല്ല രീതിയിലേക്ക് വരിക തന്നെ ചെയ്യും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ നല്ല പൊസിഷൻ ലഭിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ യാത്രകൾ ഇവർക്ക് ഫിസിക്കലി ടയേർഡ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്നവർ തന്നെ ഇവർക്ക് ബുദ്ധിമുട്ട്, ഒരു പിന്നിന്ന് കുത്തുന്ന സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയും അത് കണ്ട് ആ കൂടെ നിൽക്കുന്നവർ ഇവർ ഒഴിവാക്കുകയും ചെയ്താൽ ഇവരുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ വരികയും ചെയ്യും. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമായിരിക്കും അവർക്ക് ആ പ്രതീക്ഷിക്കുന്ന സ്കോറിലേക്ക് എത്താൻ പറ്റുക. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ആ ഒരു നിരന്തരമായ സഹായം വിദ്യാഭ്യാസ കാര്യത്തിൽ തേടുകയും ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ അവർക്ക് ആ ഒരു മെമ്മറി കൂടുതൽ സേവ് ചെയ്ത് കൂടുതൽ വിദ്യാഭ്യാസത്തിൽ കരിയറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കലാരംഗത്തും മീഡിയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ചില മടി സ്വഭാവങ്ങൾ, അലസത സ്വഭാവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് യാത്രകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇവർക്ക് ഗുണപ്രദമായിരിക്കും. പല വിശിഷ്ട വ്യക്തികളെയും, സന്യാസി പോലുള്ള മഹത് വ്യക്തികളെയും കാണാനും അവരുടെ അനുഗ്രഹം നേടാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ആരോഗ്യകാര്യം വളരെ ശ്രദ്ധിക്കണം. ഞരമ്പ് സംബന്ധമായിട്ട് BP, മെൻ്റൽ സ്ട്രെസ്, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലും ഫുഡിലും വളരെ ഡയറ്റിങ് എടുത്ത് വേണം ഇവർ മുന്നോട്ട് പോകാൻ. അതുപോലെ പ്രോപ്പർ വർക്കൗട്ട് ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. ശിവ ഭഗവാനെയും പാർവതിദേവിയെയും പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പുരട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂർ.
മീനക്കുറുകാർക്ക് അവരുടേതായ ഒരു വിനയം അവർ മെയിൻറ്റെയിൻ ചെയ്താൽ അവർക്ക് അവരുടെ കരിയറിൽ ആ ജോലി സ്ഥലത്ത് അവർക്ക് നന്നായിട്ട് തിളങ്ങാൻ സാധിക്കും. തീർച്ചയായിട്ടും അവർക്ക് പ്രതീക്ഷിക്കുന്ന പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടും. പക്ഷേ എന്ത് ജോലി വന്നാലും അതിനെ കളയാതെ, അതിനെ അവഗണിക്കാതെ അത് ഏറ്റെടുത്ത് സന്തോഷപൂർവ്വം ഉത്തരവാദിത്തോടുകൂടി ചെയ്താൽ മാത്രമായിരിക്കും അവർക്ക് ആ ഒരു ഉയർന്ന നിലയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരാളെ താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടെങ്കിലും അത് ഈ നക്ഷത്രക്കാർ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിൽ സമാധാന സന്തോഷമൊക്കെ ഉണ്ടാവും. ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒരു കാരണവശാലും കുടുംബത്തിലുള്ള കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയോട്, പുറത്തുള്ള ആൾക്കാർ, ഒരു തേർഡ് പേഴ്സണോട് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ വരികയും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ചേരാനും ഉള്ള ഒരു യോഗം കൂടെ ഉണ്ടാവും. പ്രോപ്പർട്ടിയിലോ വീടിന് എന്തെങ്കിലും ലീഗലായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം കോംപ്രമൈസ് ചെയ്ത് ക്ലിയർ ആവാനും ഈ വർഷം സാധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ കടുപ്പമുള്ള വാക്കുകൾ ഒരു കാരണവശാലും പറയാതെ മറ്റുള്ളവരുടെ ശത്രുത വാങ്ങാതെയുള്ള സംസാരമായിരിക്കണം അവർ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുറകിൽ നിന്ന് നമ്മളെ പ്രലോഭിപ്പിച്ച് ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും അതിലൂടെ നമ്മൾ പല ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും രാഷ്ട്രീയ മേഖലയിൽ. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പക്ഷേ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും മണി ഡീലിങ്സ് ചെയ്യുന്നതും കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു സാമ്പത്തികമായ ഇടപെടലുകളിലേക്ക് പോകാൻ പാടുള്ളൂ. വിദ്യാർത്ഥികളിൽ അവരുടെ ആ ഒരു മെമ്മറി പവർ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കണം. ആ വർദ്ധിപ്പിച്ചാൽ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന സ്കോറിലേക്ക് പോകാൻ പാടുള്ളൂ. മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലാതെയുള്ള വിനോദങ്ങളും മറ്റ് സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കലാരംഗത്തും മീഡിയ രംഗത്തും പ്രവർത്തിക്കുന്ന കൃത്യമായിട്ട് പ്ലാനിങ്ങിലൂടെ പോയാൽ അവർ പ്രതീക്ഷിക്കുന്നതിലും അധികം നല്ല അവസരങ്ങൾ അവരെ തേടി വരികയും അവർക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. യാത്രകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ കഴിവതും നമുക്ക് സ്ട്രേഞ്ചേഴ്സിൽ നിന്നും അറിയില്ലാത്ത ആൾക്കാരിൽ നിന്നുള്ള ഫുഡ് വാങ്ങി കഴിക്കുന്നത് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ENT സംബന്ധമായിട്ട് അലർജി, അൾസർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തലവേദന, ഈ കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് മുൻകരുതലൊക്കെ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഈ വിഷുഫലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ, അതായത് ദേവതകളെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഈ വർഷം വരിക. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ഒരു പുതുവർഷക്കാലം വിഷു ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.